ഡിയർ സ്റ്റുഡൻസ്, ഇനി നമുക്കെടുക്കാനുള്ളത് 4ാമത്തെ ചാപ്റ്റർ എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ എന്താണ് എക്സിക്യൂട്ടീവ് എന്നാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എക്സിക്യൂട്ടീവ് എന്താണെന്ന് നോക്കാം. അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള എക്സിക്യൂട്ടീവുകൾ. അപ്പോൾ ഈ ചാപ്റ്റർ പ്രധാനമായിട്ടും നമുക്ക് 2 കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. Composition of the executive, its structure and functions, and changes in the executive due to political practice. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങളാണ് എക്സിക്യൂട്ടീവിൻ്റെ രൂപീകരണം, ഘടന, ചുമതലകൾ. അതേപോലെ മറ്റൊന്നാണ് രാഷ്ട്രീയ പ്രയോഗത്തിലൂടെ സമീപകാലങ്ങളിൽ എക്സിക്യൂട്ടീവിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്. All modern governments have 3 organs. They are legislature, executive and judiciary. These 3 organs have specific functions. The legislature makes laws, executive implements them, and the judiciary protects and interprets them. The most important organ of the government is the executive. എല്ലാ ആധുനിക രാഷ്ട്രങ്ങളിലും ഗവൺമെൻറ്റിന് 3 വ്യത്യസ്ത ഘടകങ്ങളുണ്ട്. അവയാണ് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഈ 3 ഘടകങ്ങൾക്കും വ്യക്തമായി നിർവചിക്കപ്പെട്ട ചുമതലകളുണ്ട്. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു. എക്സിക്യൂട്ടീവ് അവ നടപ്പിലാക്കുന്നു. നീതിന്യായ വിഭാഗം നിയമങ്ങളെ സംരക്ഷിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖയാണ് എക്സിക്യൂട്ടീവ്. ഇനി നമുക്ക് എക്സിക്യൂട്ടീവ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ആൻ എക്സിക്യൂട്ടീവ്? ഇൻ ഓൾ അസോസിയേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് കോളേജസ്, യൂണിവേഴ്സിറ്റീസ്, കോർപ്പറേറ്റ് കമ്പനീസ്, ബാങ്ക്, ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ആൻഡ് ബിസിനസ് എൻ്റർപ്രൈസസ് there is a council to function as the executive organ of it. The body of persons who implement the policies and regulations of these institutions or associations is called the executive. അതായത് വിദ്യാലയങ്ങൾ, സർവകലാശാലകൾ, വൻകിട കമ്പനികൾ, ബാങ്കുകൾ, വ്യാവസായിക യൂണിറ്റുകൾ, ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങിയ എല്ലാ സംഘടനകളിലും സ്ഥാപനങ്ങളിലും മുഖ്യ ഭരണാധികാരികൾ അഥവാ എക്സിക്യൂട്ടീവുകൾ കാര്യനിർവഹണ വിഭാഗം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഔദ്യോഗിക ഭാരവാഹികൾ ചില സംഘടനയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ നയങ്ങളും ചട്ടങ്ങളൊക്കെ രൂപീകരിക്കുന്നു. മറ്റു ചിലർ ഈ തീരുമാനങ്ങൾ സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു സംഘടനയുടെ അഥവാ സ്ഥാപനത്തിൻ്റെ നയങ്ങളും ചട്ടങ്ങളും നടപ്പിലാക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ ഒരു സമിതിയെയാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ നയങ്ങളും ചട്ടങ്ങളും നടപ്പാക്കുന്ന വ്യക്തികളുടെ സമിതിയെയാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ദി കേസ് ഓഫ് ഗവൺമെൻറ് ഈസ് ആൾസോ നോട്ട് ഡിഫറെൻറ്റ്. A section of the government formulates policies and enacts laws and regulations. Another section of the government has the responsibility to implement them. The organ of the government which has the responsibility to run administration and implement the policies and laws is called the executive. Thus, executive is the organ of government which implements law enacted by the legislature. Usually, when we speak of the government, we mean the executive organ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാര്യവും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു വിഭാഗം നയപരമായ തീരുമാനങ്ങൾ എടുക്കുകയും നിയമങ്ങളും ചട്ടങ്ങളും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. അവ നടപ്പിലാക്കാൻ ചുമതലയുള്ള മറ്റൊരു വിഭാഗം ഈ നിയമങ്ങളെ പ്രാബല്യത്തിലെത്തിക്കുന്നു. നയങ്ങളും ചട്ടങ്ങളും നടപ്പാക്കാനും ഭരണം നടത്താനും ചുമതലയുള്ള ഗവൺമെൻറ്റിൻ്റെ ഘടകത്തെയാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗമാണ് എക്സിക്യൂട്ടീവ്. ഇപ്പോൾ സാധാരണയായി ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എക്സിക്യൂട്ടീവ് വിഭാഗത്തെയാണ്. ഗവൺമെൻറ്റിൻ്റെ
ധർമ്മങ്ങൾ, നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ച ആദ്യത്തെ രാഷ്ട്രീയ ചിന്തകൻ അരിസ്റ്റോട്ടിലാണ്. The executive organ of the government can be classified into political executive and permanent executive. Political executive means the head of the state and its ministers. It is a small part of the government and policy formulation is its important function. It bears the overall responsibility of governmental policies and activities. Political executive may be amateurs, so they may not have sufficient technical knowledge or administrative efficiency. They are provided by the government officials. The government officials who are entrusted with the day-to-day administration of the government are called civil service or bureaucracy. അതായത് ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് വിഭാഗത്തിന് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്, മറ്റൊന്ന് സ്ഥിരം എക്സിക്യൂട്ടീവ്, അതാണ് ബ്യൂറോക്രസി. രണ്ട് ഘടകങ്ങളുണ്ട് ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവിന്. ഒന്ന് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അഥവാ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്, മറ്റൊന്ന് പെർമനൻ്റ് എക്സിക്യൂട്ടീവ് അഥവാ സ്ഥിരം എക്സിക്യൂട്ടീവ്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തലവന്മാരും അവരുടെ മന്ത്രിമാരും എക്സിക്യൂട്ടീവിൻ്റെ രാഷ്ട്രീയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന പേരിലാണിത് അറിയപ്പെടുന്നത്. അപ്പോൾ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട വിഭാഗമാണ് രാഷ്ട്രത്തലവന്മാരും അവരുടെ മന്ത്രിമാരും ഉൾക്കൊള്ളുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ചെറിയ വിഭാഗമാണ്. നയരൂപീകരണമാണ് പ്രധാനപ്പെട്ട ചുമതല രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൻ്റെ. ഇനി രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകൾക്ക് സാങ്കേതിക പരിജ്ഞാനമോ ഭരണപരമായ കാര്യശേഷിയോ മിക്കവാറും ഉണ്ടായിരിക്കില്ല. എന്താ വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ പ്രതിനിധികളാണ് അവർ. ഇവ പ്രദാനം ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥ വിഭാഗമാണ്. ദൈനംദിന ഭരണത്തിൻ്റെ ചുമതലയുള്ള ഈ ഉദ്യോഗസ്ഥ വിഭാഗത്തെ സിവിൽ സർവീസ് അഥവാ ബ്യൂറോക്രസി എന്ന് വിളിക്കുന്നു. അവരെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന ഘടകം ഔദ്യോഗിക കാലാവധിയുള്ള സ്ഥിരതയാണ്. അതിനാൽ സ്ഥിരം എക്സിക്യൂട്ടീവ് എന്നും അറിയപ്പെടുന്നു. ഇനി ഫങ്ഷൻ ഓഫ് എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവിൻ്റെ ചുമതലകൾ. The important function of the executive is to execute the laws and policies adopted by the legislature. The ultimate responsibility of the formulation of policy is also with the executive. Besides these, internal administration, external administration, war and defense, financial functions, judicial functions, legislative functions and day-to-day administration of the state are also the important functions of the executive. എക്സിക്യൂട്ടീവിൻ്റെ ചുമതലകൾ: ഒന്ന്, നിയമനിർമ്മാണ സഭ അംഗീകരിച്ച നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചുമതല. മറ്റൊന്ന് നയരൂപീകരണം എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ ആഭ്യന്തര ഭരണം, വിദേശകാര്യ ഭരണം, രാജ്യരക്ഷയും യുദ്ധവും, ധനപരമായ ചുമതലകൾ, നീതിന്യായ പ്രവർത്തനങ്ങൾ, നിയമനിർമ്മാണ ചുമതലകൾ, ദൈനംദിന ഭരണം എന്നിവയും എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുന്നവയാണ്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ്സ് നോക്കാം. വിവിധ തരത്തിലുള്ള എക്സിക്യൂട്ടീവുകൾ ഏതെല്ലാമാണെന്ന്. ഇപ്പോൾ നമുക്കറിയാം പല രാജ്യങ്ങളിലും പല രീതിയിലുള്ള ഭരണ സംവിധാനങ്ങളാണ് നിലനിൽക്കുന്നത്. അതായത് എക്സിക്യൂട്ടീവുകൾ പല തരത്തിലുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് വിവിധ തരത്തിലുള്ള എക്സിക്യൂട്ടീവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ്. ഇൻ അമേരിക്ക ദർ ഈസ് ദി പ്രസിഡൻഷ്യൽ സിസ്റ്റം in which executive powers are vested in the president. In England, there is parliamentary system with the constitutional monarchy. In France, there is a semi-presidential system having president and prime minister. In Japan, there is parliamentary system. The head of state is the emperor of the head of the government is the prime minister. ഇപ്പോൾ വിവിധ തരത്തിലുള്ള എക്സിക്യൂട്ടീവുകൾ, വിവിധ തരത്തിലുള്ള കാര്യനിർവഹണ വിഭാഗങ്ങൾ. വിവിധ രാജ്യങ്ങളിൽ വിവിധ തരം എക്സിക്യൂട്ടീവുകളാണ് കാണപ്പെടുന്നത് അല്ലേ? നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അമേരിക്കയിലെ ഭരണ സംവിധാനം പോലെയാണോ ഇന്ത്യയിൽ? അല്ല.
അപ്പോൾ വിവിധ തരത്തിലുള്ള എക്സിക്യൂട്ടീവ്, നമുക്ക് വിവിധ രാജ്യങ്ങളിലെ ഭരണ സംവിധാനങ്ങൾ നോക്കാം. അമേരിക്കയിൽ പ്രസിഡൻറ്റ്, ബ്രിട്ടനിൽ രാജ്ഞി, ഇന്ത്യൻ പ്രസിഡൻറ്റ്, ഇങ്ങനെ വ്യത്യസ്ത എക്സിക്യൂട്ടീവുകളാണ് നിലനിൽക്കുന്നത്. അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് അല്ലേ. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ പാർലമെൻ്ററി സമ്പ്രദായമാണ്. അപ്പോൾ വിവിധ രാജ്യങ്ങളിലും വ്യത്യസ്ത എക്സിക്യൂട്ടീവുകൾ നിലനിൽക്കുന്നു. ഇനി നമുക്ക് പ്രധാനമായിട്ടും ഇപ്പം നമ്മൾ പറഞ്ഞ വിവിധ രാജ്യങ്ങളിൽ നിന്നും നിലനിൽക്കുന്ന എക്സിക്യൂട്ടീവുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത് പ്രധാനമായിട്ടും 3 സമ്പ്രദായങ്ങളാണുള്ളത്. 3 ഭരണ സമ്പ്രദായങ്ങൾ. അവയാണ് ഏതൊക്കെയാണ്? അപ്പം നമുക്ക് നോക്കാം. പാർലമെൻ്ററി ആൻഡ് സെമി പ്രസിഡൻഷ്യൽ ആൻഡ് പ്രസിഡൻഷ്യൽ സിസ്റ്റം. അപ്പോൾ വിവിധ തരത്തിലുള്ള എക്സിക്യൂട്ടീവുകളാണ് ഇതൊക്കെ. പ്രസിഡൻഷ്യൽ സിസ്റ്റം, പാർലമെൻ്ററി സിസ്റ്റം ആൻഡ് സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം. ഇപ്പോൾ 3 തരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ, അവയെക്കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. 1 പ്രസിഡൻഷ്യൽ സമ്പ്രദായം, 2 പാർലമെൻ്ററി സമ്പ്രദായം, 3 അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ഇനി പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് എന്താണെന്ന് നോക്കാം. In the presidential system, President is head of the state as well as head of the government. The President is both nominal and real executive. He enjoys enormous powers. He functions all as the chief executive head, commander-in-chief of armed forces, and the chief diplomat of the state. President is directly elected by the people. He is not responsible to the legislature. He is not easily removable by the legislature. പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്താണെന്ന് നോക്കാം. ഈ സമ്പ്രദായത്തിൽ പ്രസിഡൻ്റാണ് രാഷ്ട്രത്തലവനും യഥാർത്ഥ ഭരണാധികാരിയും. അതായത് രാഷ്ട്രത്തലവനും ഗവൺമെൻറ്റിൻ്റെ തലവനും പ്രസിഡൻ്റ് തന്നെയാണ്. അപ്പോൾ പ്രസിഡൻറ്റിന് വിപുലമായ അധികാരങ്ങളുണ്ട്. പ്രസിഡൻറ്റ് സമ്പ്രദായത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അമേരിക്ക. ബ്രസീൽ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതകളാണ്: രാഷ്ട്രത്തലവൻ തന്നെയാണ് യഥാർത്ഥ ഭരണാധികാരി. നിശ്ചിത കാലയളവിലേക്കാണ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റ് നിയമനിർമ്മാണ സഭയിൽ അംഗമല്ല. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തമില്ല. അധികാര വിഭജനമാണ് അതിൻ്റെ അടിസ്ഥാനം. മന്ത്രിമാർ പ്രസിഡന്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്. നിയമനിർമ്മാണ സഭ പിരിച്ചുവിടാൻ പ്രസിഡന്റിന് അധികാരമില്ല. ഇനി നമുക്ക് പാർലമെൻ്ററി എക്സിക്യൂട്ടീവ് എന്താണെന്ന് നോക്കാം. In the parliamentary system, the head of the government is the Prime Minister. In this system, the real executive is the cabinet, and as the leader of the cabinet, Prime Minister functions as the head of the government. In parliamentary system, a president or a king functions as the nominal executive. Actually, it is only a ceremonial office. The real powers are enjoyed by the cabinet under the leadership of the Prime Minister. The leader of the majority party is the legislator is appointed as the Prime Minister. Parliamentary system exists in India, Britain, Germany, Italy, Japan, etc. പാർലമെൻ്ററി സമ്പ്രദായം എന്താണെന്ന് നോക്കാം. ഈ വ്യവസ്ഥയിൽ ഗവൺമെൻറ്റിൻ്റെ തലവനും പ്രധാനമന്ത്രിയായിരിക്കും. അതേപോലെ പാർലമെൻ്ററി വ്യവസ്ഥയിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ രാജാവ് നാമമാത്ര രാഷ്ട്രത്തലവനായിരിക്കും. യഥാർത്ഥ അധികാരം കൈയാളുന്നത് പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ്. അപ്പോൾ പ്രധാനമന്ത്രി നിയമനിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടിയുടെ നേതാവായിരിക്കും. ഇനി പാർലമെൻ്ററി സമ്പ്രദായം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് ഇന്ത്യ, ബ്രിട്ടൻ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങൾ. ഇവിടെയൊക്കെ പാർലമെൻ്ററി സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ പാർലമെൻ്ററി സമ്പ്രദായം എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ്? ഭരണത്തലവൻ പ്രധാനമന്ത്രിയും രാജാവ് അല്ലെങ്കിൽ പ്രസിഡന്റ് നാമമാത്രമായ രാഷ്ട്രത്തലവനും ആയിരിക്കും. യഥാർത്ഥ അധികാരം കൈകാര്യം ചെയ്യുന്നത് പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ ആയിരിക്കും. ഇനി അടുത്തത് സെമി പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്, അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് എന്താണെന്ന് നോക്കാം. അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ഉണ്ടായിരിക്കും. അവിടെ പ്രസിഡന്റ് രാഷ്ട്രത്തലവനും പ്രധാനമന്ത്രി ഭരണത്തലവനുമായിരിക്കും. ഇനി പാർലമെൻ്ററി വ്യവസ്ഥയിൽ നിന്നും ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ
പ്രസിഡന്റിന് ദൈനംദിന ഭരണകാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരമുണ്ടായിരിക്കും. അതായത് അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റിന് ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു സുപ്രധാന അധികാരമുണ്ട്. അതാണ് അർദ്ധ പ്രസിഡൻഷ്യലും പാർലമെൻറ്റും തമ്മിലുള്ളൊരു വ്യത്യാസം. ഇനി പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ.